നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. +2 കഴിഞ്ഞ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് നാഷണൽ ഡിഫൻസ് അക്കാഡമി, നേവൽ അക്കാഡമി പരീക്ഷ വിജയിച്ച് ഇന്ത്യൻ പ്രതിരോധ സേനയിൽ ഓഫീസറാകാൻ അവസരം. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് 406 ഒഴിവുകളാണ് ആകെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ളവർ. താല്പര്യമുള്ളവർക്കൊക്കെ 2025 ജൂൺ 17 വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. https:/upsconline.nic.in എന്ന സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത്. നമുക്കിതിന് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. നാഷണൽ ഡിഫൻസ് അക്കാഡമി, നേവൽ അക്കാഡമി എക്സാമിനേഷൻ 2025 ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ആകെ 406 ഒഴിവുകളാണുള്ളത്. അപേക്ഷാ ഫീസ് 100 രൂപയാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആകെയുള്ള 406 ഒഴിവുകളിൽ നാഷണൽ ഡിഫൻസ് അക്കാഡമി ആർമി വിംഗിൽ 208 ഒഴിവുകൾ, അതിൽ വനിതകൾ 10, നേവി 42, വനിതകൾ 5, എയർഫോഴ്സ് ഫ്ലൈയിങ് അക്കാഡമി 92, വനിതകൾ 2, ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ 10 ഒഴിവുകൾ, വനിതകൾക്ക് 2 സീറ്റുകൾ, നേവൽ അക്കാഡമിയിലെ 10+2 കേഡറ്റ് എൻട്രി സ്കീമിൽ 36 ഒഴിവുകൾ, അതിൽ വനിതകൾക്ക് 4 ഒഴിവുകളായിരിക്കും. യോഗ്യത പറയുകയാണെങ്കിൽ, പ്രായം പറയുകയാണെങ്കിൽ 2007 ജനുവരി 1-നും 2010 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇതിലേക്ക് അപേക്ഷിക്കുന്നത്. ആർമി വിങ്ങിലേക്കാണെങ്കിൽ +2 ഏത് സ്ട്രീമിലുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ എയർഫോഴ്സ്, നേവൽ സ്ട്രീമിലേക്ക് പഠിക്കുന്നവർ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവ പഠിച്ച് +2 പാസ്സായവരായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. അതോടൊപ്പം ശാരീരികമായ യോഗ്യത എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അതിൻ്റെ ഡീറ്റെയിൽസ് upsc.online.in എന്നുള്ള വെബ്സൈറ്റ് ലഭ്യമാണ്. ഡീറ്റെയിൽസ് അവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സെലക്ഷൻ പ്രോസസ് പറയുകയാണെങ്കിൽ, നാഷണൽ ഡിഫൻസ് അക്കാഡമി, നേവൽ അക്കാഡമി എക്സാമിനേഷൻ സെപ്റ്റംബർ 14 നടക്കുക. അതിനുശേഷം ഇതിൽ വിജയിക്കുന്നവർക്ക് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടാകും. അത് ഏകദേശം 5 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന വിശദമായ ഇൻ്റർവ്യൂ ആയിരിക്കും. അതിനുശേഷം മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. അതിനുശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ കാര്യം മനസ്സിലാക്കുക. UP എക്സാം 900 മാർക്കിനായിരിക്കും. അതിലേക്ക് കേരളത്തിലേക്ക് എക്സാമിനേഷൻ, കേരളത്തിൽ 3 സെൻറ്ററുകളുണ്ട്: തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്ന സെൻറ്ററുകൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റർ ചൂസ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ ഈ ക്വാളിഫയിങ് NDA ടെസ്റ്റ് പാസ്സാകുന്നവർക്കായിരിക്കും സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. അതിനുശേഷം എയർഫോഴ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ കമ്പ്യൂട്ടറൈസ്ഡ് പൈലറ്റ് സെലക്ഷൻ സിസ്റ്റം എന്ന പരീക്ഷ കൂടി യോഗ്യത നേടേണ്ടതായിട്ടുണ്ട്. അതുപോലെ NDAയിലെ 3 വർഷമായിരിക്കും പരിശീലനം ലഭിക്കുക. നേവൽ അക്കാഡമിയിലാണെങ്കിൽ 4 വർഷത്തെ പരിശീലനമായിരിക്കും കേഡറ്റ്സിന് ലഭിക്കുക. അതിൽ വിജയിക്കുന്ന ആൾക്കാർക്ക്, വിജയകരമായ പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് BSc അല്ലെങ്കിൽ BTech ബിരുദം നൽകുന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ആണെന്ന കാര്യം മനസ്സിലാക്കുക. പരിശീലന കാലത്ത് തന്നെ 56,100 രൂപ സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കും. ആർമിയിലൊക്കെ ആണെങ്കിൽ സെലക്ഷൻ ലഭിക്കുന്നവർക്ക് ലെഫ്റ്റനൻറ്റ് പോസ്റ്റിലേക്കായിരിക്കും ആദ്യ നിയമനം. 56,100 മുതൽ 1,77,500 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. അപ്പോൾ താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2025 ജൂൺ 17 വരെ ഓൺലൈനായിട്ട് ഇതിൽ അപേക്ഷിക്കാൻ കഴിയും. എല്ലാ ഡീറ്റെയിൽസും https:/upsconline.nic.in അല്ലെങ്കിൽ upsc.gov.in സൈറ്റ് ലഭ്യമാണ്. അപ്പോൾ ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും നന്ദി രേഖപ്പെടുത്തോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ വേണമെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.